ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം പഠിപ്പിക്കുന്നതിനും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും വേണ്ടി അദ്ദേഹം പുസ്തകങ്ങൾക്ക് പകരം ഒരു ഗ്ലാസ് ജാർ ആയിരുന്നു കയ്യിൽ കരുതിയിരുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ മറ്റൊരു അത്ഭുതകരമായ പരീക്ഷണമാണ്. പ്രൊഫസർ ജാർ മേശപ്പുറത്ത് വെച്ചു. പിന്നെ അദ്ദേഹം ബാഗിൽ നിന്നും നിരവധി വലിയ കല്ലുകൾ പുറത്തെടുത്തു. ഓരോന്നും ഒരു മുഷ്ടിയുടെ വലിപ്പമുണ്ടായിരുന്നു. അവ ഓരോന്നായി അയാൾ പതുക്കെ ഭരണിയിലേക്ക് ഇട്ടു. താമസിയാതെ ഭരണിയുടെ മുകളിലേക്ക് കല്ലുകൾ നിറഞ്ഞു. പ്രൊഫസർ തുടർന്നു, പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരും ജാറിലേക്ക് ശ്രദ്ധിക്കൂ. എല്ലാവരും ശ്രദ്ധാപൂർവം ജാറിലേക്ക് നോക്കി. ശേഷം അതേ എന്ന് ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. പ്രൊഫസർ പുഞ്ചിരിച്ചു. ശേഷം ബാഗിൽ നിന്നും ചെറിയ കല്ലുകൾ എടുത്ത് ജാറിലേക്ക് ഇടാൻ തുടങ്ങി. ചെറിയ ഉരുളൻ കല്ലുകൾ ഉരുണ്ട് വലിയ കല്ലുകൾക്കിടയിലുള്ള ഒഴിഞ്ഞ ഇടങ്ങളിൽ കൂടിച്ചേരുന്നത് വിദ്യാർത്ഥികൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പ്രൊഫസർ വീണ്ടും ചോദിച്ചു, പാത്രം നിറഞ്ഞോ? ഇത്തവണ വിദ്യാർത്ഥികൾ മടിച്ചു. എന്നാലും ചിലർ പറഞ്ഞു അതേ എന്ന്. എന്നാൽ പ്രൊഫസർ അവിടെ വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇത്തവണ അദ്ദേഹം ബാഗിൽ നിന്നും മണൽ നിറച്ച ഒരു സഞ്ചി പുറത്തെടുത്തു. ശേഷം ആ മണൽത്തരികൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. മണൽ കല്ലുകൾക്കിടയിലുള്ള വിള്ളലുകളിലൂടെ തെന്നി മാറി. വലിയ കല്ലുകളും ചെറിയ കല്ലുകളും അവശേഷിപ്പിച്ച എല്ലാ വിള്ളലുകളും ആ മണൽത്തരി നികത്തി. വിദ്യാർത്ഥികൾ അത്ഭുതത്തോടെ ചിരിച്ചു. പ്രൊഫസർ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, ഇപ്പോൾ ജാറ് നിറഞ്ഞിട്ടുണ്ടാകുമോ? കുട്ടികൾ ഒരേ സ്വരത്തിൽ യെസ് എന്ന് മറുപടി പറഞ്ഞു. കുട്ടികൾ ഉത്തരം പൂർത്തിയാക്കിയ ഉടനെ പ്രൊഫസർ ഒരു ഗ്ലാസ് വെള്ളം കൈകളിൽ എടുത്തു. ശേഷം ജാറിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളം പോലും പുറത്തു കടക്കാതെ പാത്രം നനഞ്ഞു. അസ്മുറിയാകെ നിശബ്ദമായി. പ്രൊഫസർ ശാന്തമായി കുട്ടികളെ നോക്കി. ജാറ് പതുക്കെ അടച്ച ശേഷം പ്രൊഫസർ തുടർന്നു, ജാറിൽ ആദ്യം മണലാണ് നിറച്ചിരുന്നതെങ്കിൽ വലിയ കല്ലുകൾക്ക് അവിടെ ഇടമുണ്ടാകുമായിരുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുഴുവൻ സമയം അപ്രധാന കാര്യങ്ങൾക്കായി പാഴാക്കിയാൽ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഇടമുണ്ടാകില്ല, അതായത് സമയം ഉണ്ടാകില്ല. ഈ കഥ നിങ്ങളുടെ പഠനവും ജീവിത ലക്ഷ്യങ്ങളും നിങ്ങളുടെ പാഷനും എന്നിവയെ അഭിമുഖീകരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിക്കുന്നവർക്കും ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്റ്റോറി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.